യഥാർത്ഥത്തിൽ കുറേ അധികം മലയാളികൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച നല്ല നിമിഷമാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി മലയാളികൾക്ക് ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരവും ആഘോഷത്തിൻ്റെയും ഒരു നിമിഷങ്ങളാണ്. ഏറ്റവും സന്തോഷം എന്നുള്ളത് മലയാളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ മലയാളികൾ വിശേഷിപ്പിക്കുന്ന MT വാസുദേവൻ നായർക്ക് പത്മ വിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു 2025 എന്നുള്ളതാണ്. MT വാസുദേവൻ നായർ അടക്കം 7 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ഇത്തവണ നൽകിയിരിക്കുന്നത്. കൂടാതെ ജോസ് ചാക്കോ പെരിയപുരത്തിന് പത്മഭൂഷൺ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. 19 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കായിക മേഖലയിൽ നിന്നും IM വിജയന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. കലാരംഗത്തു നിന്നും K ഓമനക്കുട്ടിക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി മലയാളികൾ പത്മ പുരസ്കാര പട്ടികയിൽ ഇത്തവണ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൈനിക മെഡലുകൾ സമാനമായി തന്നെ പത്മ പുരസ്കാരത്തിൻ്റെ പട്ടികയിലും നിരവധി മലയാളികൾ PR ശ്രീജേഷ്, MT വാസുദേവൻ നായർ, IM വിജയൻ അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് മലയാളികൾ ഈ അവാർഡുകൾക്ക്, ഈ അംഗീകാരങ്ങൾക്ക് പാത്രമായി എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം. MDക്ക് രാജ്യത്തിൻ്റെ ആദരമാണ് തീർച്ചയായിട്ടും ഈ പത്മവിഭൂഷൺ. മരണാനന്തരമാണെങ്കിൽ പോലും അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പത്മഭൂഷൺ 19 ആളുകൾക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.